ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഇന്നത്തെ പ്രഭാത ധ്യാനത്തിനായി 54-ാം സങ്കീർത്തനം 6-ാം വാക്യം. സ്വമേധാദാനത്തോടെ ഞാൻ നിനക്ക് ഹന്യയാഗം കഴിക്കും. യഹോവേ, നിന്റെ നാമം നല്ലതെന്ന് ചൊല്ലി ഞാനതിന് സ്തോത്രം ചെയ്യും. പഴയ നിയമത്തിൽ യാഗങ്ങൾ ദൈവാരാധനയുടെ പ്രധാന ഭാഗമായിരുന്നു. എന്നാൽ ദാവീദ് ഇന്നത്തെ വാക്യത്തിലൂടെ പറയുന്നത് നിർബന്ധത്താലോ ആചാരപരമായ കടമയാലോ അല്ല, സ്വന്തം ഹൃദയത്തിൻ്റെ ആഴത്തിൽ നിന്നുള്ള ആരാധനയെക്കുറിച്ചാണ്. യഥാർത്ഥ സ്തോത്രം സാഹചര്യങ്ങളെ ആശ്രയിച്ചല്ല, ദൈവത്തിലുള്ള വിശ്വാസത്തെ ആശ്രയിച്ചാണ്. നമ്മുടെ ജീവിത സാഹചര്യങ്ങളെല്ലാം അനുകൂലമായിരിക്കുമ്പോൾ ദൈവത്തെ സ്തുതിക്കുന്നത് എളുപ്പമാണ്. എന്നാൽ കഷ്ടതകളിലും കണ്ണുനീരിലും ദൈവത്തെ സ്തുതിക്കുന്നവരാണ് യഥാർത്ഥ വിശ്വാസികൾ. തുടർന്ന് ദാവീദ് പറയുന്നത്, നിന്റെ നാമം നല്ലതെന്ന് ചൊല്ലി ഞാനതിന് സ്തോത്രം ചെയ്യും എന്നാണ്. ദൈവത്തിൻ്റെ നാമം അവിടുത്തെ സ്വഭാവത്തെയും വിശ്വസ്തതയും പ്രതികരിക്കുന്നു. ദൈവം സ്നേഹമുള്ളവനും കരുണയുള്ളവനും നീതിമാനും വാഗ്ദത്തങ്ങൾ പാലിക്കുന്നവനുമാണ്. നമ്മുടെ സാഹചര്യങ്ങൾ മാറാം. നമ്മുടെ ആരോഗ്യം, സമ്പത്ത്, ബന്ധങ്ങൾ എന്നിവയിൽ നഷ്ടങ്ങളുണ്ടാകാം. എന്നാൽ ദൈവത്തിൻ്റെ സ്വഭാവത്തിന് മാറ്റമില്ല. ഇന്നലെയും ഇന്നും എന്നേക്കും ഒരുപോലെയുള്ള ദൈവമായതിനാൽ അവിടുത്തെ സ്തുതിക്കുവാൻ നമുക്കെപ്പോഴും കഴിയണം. ദാവീദ് തൻ്റെ പ്രശ്നങ്ങളിൽ ജീവിക്കുമ്പോൾ തന്നെ വിജയത്തിൻ്റെ പാട്ട് അദ്ദേഹം പാടുന്നു. കാരണം തൻ്റെ പ്രശ്നങ്ങളെക്കാൾ വലിയവനാണ് തൻ്റെ ദൈവമെന്ന് അവൻ ഉറച്ച് വിശ്വസിച്ചു. ഇതാണ് യഥാർത്ഥ വിശ്വാസം. ദൈവം പ്രവർത്തിക്കുമെന്ന് വിശ്വസിക്കുന്നവർ ഫലം കാണുന്നതിന് മുമ്പ് തന്നെ ദൈവത്തിന് നന്ദി പറയും. അങ്ങനെയുള്ള വിശ്വാസത്തെ ജീവിതത്തിൽ പ്രത്യാശയും ധൈര്യവും സമാധാനവും നൽകും. ആ തരത്തിൽ നമ്മുടെ ആത്മീക ജീവിതത്തെ പുതുക്കുവാൻ ഇന്നത്തെ ധ്യാനം മുഖാന്തരമായി തീരട്ടെ. പ്രാർത്ഥിക്കാം. കർത്താവേ, എല്ലാ സാഹചര്യങ്ങളിലും നിന്നെ സ്തുതിക്കുവാനുള്ള ഹൃദയം എനിക്ക് തരണമേ. മഹത്വം നീ എടുക്കണം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമീൻ.